പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു വസന്തകാലമാണ്. ഉടമ്പടി അതിൻ്റെ അനേകം പുതിയ പുതിയ ദൈവാനുഭവങ്ങളിലൂടെ മനുഷ്യർ ജനതയെ ആഘോഷിച്ച് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് അനുദിന സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സാക്ഷ്യങ്ങൾ ഓരോ വ്യക്തിയുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് സാക്ഷ്യങ്ങളുടെ സാധ്യത വെളിവാകുന്നത്. ഇപ്പം ഞങ്ങളെ പോലെയുള്ള സ്പിരിച്വൽ മെക്കാനിസ്റ്റുകൾ എപ്പോഴും ചെയ്യണത് വ്യക്തിയുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഫോർമുല, സുവിശേഷ സൂത്രവാക്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആഴ്ചകളിലും അതിൻ്റെ ടിപ്സ് പറഞ്ഞു തരും. കൂടുതൽ ബുദ്ധിയുള്ളവരും ആധ്യാത്മികമായ ചൈതന്യമുള്ളവർ അതെല്ലാം ആപ്ലിക്കേറ്റ് ചെയ്യും. അല്ലാത്തവർ അതിൻ്റെ ഓപ്പറേഷൻ ലെവൽ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. രണ്ട് തരത്തിലാണ് മനുഷ്യർ ആധ്യാത്മികതയെ കാണുന്നത്. ചിലർ ഓപ്പറേറ്റ്, ഇപ്പം ചില നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ പൊടിമില്ലുകളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ മില്ലുകൾ, തടി അറുക്കുന്ന മില്ലുകൾ. അപ്പോൾ അതിൻ്റെ മെക്കാനിക്കൽ ആയുള്ള കാര്യങ്ങൾ ചിലപ്പോഴും അയാൾക്ക് അറിയത്തില്ലായിരിക്കും. അയാളെ സ്വിച്ച് ഓൺ ചെയ്യാൻ അറിയത്തുള്ളൂ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മോട്ടർ ഓൺ ചെയ്തിട്ട് ഗോതമ്പ് അരി ഇടുകയാണെങ്കിൽ അത് പൊടിച്ച് കിട്ടും. സിമ്പിൾ മെക്കാനിസം. ചില ആൾക്കാർക്ക് അതിൻ്റെ മെഷീൻ മെക്കാനിസം അറിയാം. ഇങ്ങനെ മെഷീൻ നിന്ന് പോയാൽ അവരതിനെ അഴിച്ച് പണിയും. ഉടമ്പടിയിലും ഈ രണ്ട് തരം ആൾക്കാരുണ്ട്. ചിലരിങ്ങനെ ഓപ്പറേറ്റർമാർ മാത്രമേ ഉണ്ട്. അവരിവിടുന്ന് പോകുന്നു, നിലത്തിൽ കത്തിക്കുന്നു, പച്ചത്തിൽ കത്തിക്കുന്നു, പ്രത്യക്ഷങ്ങൾ പ്രാർത്ഥന ചെല്ലുന്നു, ഓപ്പറേറ്റ് ചെയ്യുക മാത്രം ചെയ്യും. പത്രം കൊടുക്കാൻ പറഞ്ഞ് കൊടുക്കുന്നു. അപ്പം ഉടമ്പടിക്ക് എന്തെങ്കിലും ഒരു കൂടുതൽ ഫലം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ റീമോഡുലേറ്റ് ചെയ്യണമെന്നുള്ള മെക്കാനിസം അവർക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും വരുന്നൊരു വിഷയം, ഇത്തിരി ബോധമുള്ളവരായിരിക്കണേ ഉടമ്പടി എടുക്കേണ്ടതെന്നുള്ളതാണ് ഇന്ന് വരെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അനുഭവജ്ഞാനം. ബോധമില്ലാത്തവർ ഉടമ്പടി എടുക്കുന്നത്. ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരു വിഷയം നമ്മൾ ആരുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്, അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകണം. നമ്മൾ ദൈവമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്, അല്ലേ? കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യുന്നത് ആരുമായിട്ടാണ്? പരിശുദ്ധ അമ്മയുമായിട്ടല്ല നമ്മൾ ഉടമ്പടി ചെയ്യണത്. ആരുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്? ഈശോയുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. പരിശുദ്ധ അമ്മ അതിൻ്റെ ഒരു സാക്ഷിയും മധ്യസ്ഥയുമാണ്. സാക്ഷിയുമാണ്, അതേസമയം തന്നെ മാധ്യസ്ഥയുമാണ്. സാക്ഷിയും മാധ്യസ്ഥയും മാത്രമല്ല, പിന്നെ ആരാണ്? പരിശുദ്ധ അമ്മ ഉടമ്പടിയുടെ ഒരു മാതൃകയുമാണ്. പക്ഷെ ഉടമ്പടിക്കാണ് പരിശുദ്ധ അമ്മ ഏറ്റവും ടോപ്പ് മോഡലും അതുപോലെ തന്നെ ഏറ്റവും വലിയ മാധ്യസ്ഥ്യമാകുന്നത്. ഉടമ്പടിയുടെ എല്ലാ മേഖലകളിലും നമ്മൾ മദറിനെയാണ് ഒരു മോഡലായിട്ട് അവലംബിക്കുന്നത്. പക്ഷെ മദറിനൊരു പ്രശ്നമുണ്ട്. നമ്മളും തമ്മിൽ ചെറിയൊരു പ്രോബ്ലമുണ്ട് മദറുമായിട്ട്. മദറിന് തെറ്റുകൾ സംഭവിക്കാത്ത കാരണം നമ്മളും മദറും തമ്മിലൊരു വ്യത്യാസം അതാണ്. മദറിന് ചില കാര്യങ്ങൾ, മദറിന് തെറ്റ് സംഭവിക്കാത്ത കാരണം തിരുത്തേണ്ടി വരുന്നില്ല. നമ്മൾക്ക് തെറ്റ് സംഭവിക്കുന്ന കാരണം തിരുത്തേണ്ടി വരുന്നു. ആ ഒരു വിഷയമുണ്ട്. എനിക്ക് ഇത്രയും നാളായിട്ട് മനസ്സിലായത് അതാണ്. മദറിനെ മോഡലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആധ്യാത്മികമായ ഒരു ചെറിയ ശ്രദ്ധ വേണ്ടത്,
മദറിന് തെറ്റ് സംഭവിക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് അമ്മയ്ക്ക് തിരുത്തേണ്ടി വരുന്നില്ല. നമ്മൾക്ക് തെറ്റ് സംഭവിക്കുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ തിരുത്തേണ്ടി വരുന്നു. ഉടമ്പടി തിരുത്തേണ്ടി വരുമ്പോൾ ഒരു വിഷയം, ഇന്നലെ മുതൽ തന്നെ പുതിയ സന്ദേശങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യം ആഗമനകാലവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ സന്ദേശങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ ശ്രദ്ധിച്ചിട്ട് ഞാൻ ഇന്നലെ കുർബാനയ്ക്ക് കിട്ടിയ സന്ദേശങ്ങളെല്ലാം എൻ്റെ നോട്ട് ബുക്കിൽ കൊണ്ട് ഞാൻ എഴുതി 1.5 പേജോളം ഉണ്ട്. ഇന്നലെ തൊട്ട് സന്ദേശം വരാൻ തുടങ്ങി ആഗമനകാലത്തിൻ്റെ. ഉടമ്പടിയിൽ എന്തെങ്കിലും ഇപ്പം മദറിനെ സംബന്ധിച്ചിടത്തോളം മദറിനെ ഒരു മോഡലാക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾക്ക് മദർ നമുക്ക് മോഡലാകാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താണ്? മദർ ഉടമ്പടിയിൽ ഒരിക്കലും തെറ്റ് ചെയ്യുന്നില്ല, തെറ്റ് വരത്തില്ല അവർക്ക് ജീവിതത്തിൽ. അതുകൊണ്ട് അവർക്ക് തിരുത്തേണ്ടി വരത്തില്ല. നമുക്കങ്ങനെയല്ല. നമുക്ക് ഉടമ്പടി ചിലപ്പോൾ തെറ്റ് വരും, ചിന്താക്കുഴപ്പമുണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ മുന്നോട്ടടിക്കുമോ, ശരിയാകുമോ ശരിയാകത്തില്ലയോ. ചില ആരും വിചാരിക്കും ഞാൻ ഉടമ്പടി ഉഴപ്പിപ്പോയില്ല, ഇനി ദൈവം എന്നെ അനുഗ്രഹിക്കുമോ. അപ്പോഴുള്ള അനുഗ്രഹത്തിലുള്ള കോൺഫിഡൻസ് ഉടമ്പടി ചിലർ ഉഴപ്പിക്കഴിയുമ്പോൾ പിന്നെ കുഴപ്പത്തിൽ നെഗറ്റീവ് അടിക്കും അവർ. എന്താ കാര്യം? ഉടമ്പടി അവർ ഉഴപ്പിയെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ എന്നാൽ ഇനിയിപ്പോൾ ഉഴപ്പിപ്പോയില്ല, ഇനിയിപ്പോൾ അനുഗ്രഹം കിട്ടത്തില്ലായിരിക്കും, അതുകൊണ്ട് പിന്നെ അവർ ഉഴപ്പും, പിന്നെ അവർ അത് അലംഭാവം കാണിക്കും. ചിലരതിനെ അവർക്ക് മുൻകാല അനുഭവങ്ങളുള്ള കാരണം അവർ കാര്യമില്ല, എൻ്റെ കർത്താവ് എന്നോട് ക്ഷമിക്കും, ഞാനിനി അത് ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് സെൽഫ് എടുക്കുക. അവർ തന്നെ എടുത്ത് റിപ്പയർ ചെയ്തിട്ട് അവർ മുന്നോട്ട് പോകാതെ. ചില ആൾക്കാർ അവിടെ കിടന്നിട്ട് തെറ്റ് സംഭവിച്ചാൽ അവിടെ തന്നെ കിടക്കും, പിന്നെയും തെറ്റ് സംഭവിക്കും, പിന്നെ ഉടമ്പടിയിൽ നിന്ന് കുറഞ്ഞ് വരും. പല മനുഷ്യരാണ്. ഇപ്പം എനിക്ക് ഇന്നലെ മെസ്സേജ് വന്നിരിക്കുന്നത് ഉടമ്പടി പശ്ചാത്താപവും നമ്മുടെ പശ്ചാത്താപവും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാർ കുമ്പസാരിക്കുകയും കാത്തലിക്സ് കുമ്പസാരിക്കുകയും വൈദികൻ കൽപ്പിച്ച് നൽകുന്ന പ്രായശ്ചിത്തങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമല്ലോ. പലപ്പോഴും വൈദികൻ കൽപ്പിച്ച് നൽകുന്നത് കാലികമായ ശിക്ഷയിൽ നിന്നുള്ള ഇളവിന് വേണ്ടി നമുക്കൊരു പ്രാർത്ഥനയായിരിക്കും പറഞ്ഞു തരണത്. പക്ഷെ ഉടമ്പടിയിൽ ഉള്ളൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഒരു പ്രായശ്ചിത്തം പ്രാർത്ഥന കൊണ്ട് ശരിയാകത്തില്ല. അതാണ് ഇന്നലെ മുതൽ ഈശോ പറയാൻ തുടങ്ങിയത്. ഉടമ്പടി എടുത്തവർ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം കത്തോലിക്കരല്ല എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് അല്ലെന്ന് തന്നെ വിചാരിച്ചു, അപ്പം അവർ നിങ്ങൾക്ക് ഉടമ്പടി തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് ഒരു സോറി പറഞ്ഞത് കൊണ്ടോ അതിന് പകരം ഒരു പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ടോ ടാലിയാകത്തില്ല. എന്താ കാര്യം? ഉടമ്പടി വന്നിരിക്കുന്ന പശ്ചാത്താപം വന്നിരിക്കുന്ന എവിടെ? ഉടമ്പടി വന്നിരിക്കുന്ന തെറ്റെവിടെ വരണത്? ഉടമ്പടി ശരി എന്താണെന്ന് നോക്കിയിട്ടില്ല എൻ്റെ തെറ്റ് മനസ്സിലാകണത്. ഉടമ്പടിയുടെ ശരി എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുകയാണ്. അവൻ പറയണത് പോലെ ചെയ്യുന്നതാണ് അതിൻ്റെ ശരി. അതിൻ്റെ തെറ്റെന്താ? അവൻ പറയണത് പോലെ ചെയ്യാത്തതാണ് തെറ്റ്. പിന്നെ അതിൻ്റെ പ്രായശ്ചിത്തം എന്താ? എന്തെങ്കിലും പ്രാർത്ഥന ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കൃപാസനത്തിൽ കുമ്പസാരിച്ചു എന്ന് പറഞ്ഞാലും നാട്ടിൽ കുമ്പസാരിച്ചു എന്ന് പറഞ്ഞാലും എൻ്റെ മുഖത്ത് ഒരു തെളിച്ചമൊന്നും ഉണ്ടാകത്തില്ല. എന്താ കാര്യം? അത് ഉടമ്പടിയിലാണ് അവർക്ക് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി തിരുത്തേണ്ടത് എങ്ങനെയാണ്? ഉടമ്പടി ബേസിലാണ് തിരുത്തേണ്ടത്, അല്ലാതെ 3 സ്വർഗസ്ഥനായ നിറഞ്ഞ എല്ലാത്തിലല്ലേ തിരുത്തേണ്ടത്. അവൻ പറയണ പോലെ ചെയ്യാത്തതല്ലേ നിങ്ങളുടെ തെറ്റ്. ചെയ്തോളാമെന്നല്ലേ നിങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോനോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? പിന്നെ ഇപ്പോൾ പ്രായശ്ചിത്തം എന്താ? ആ ചെയ്ത കാര്യങ്ങളെ, ചെയ്യാതിരുന്ന കാര്യങ്ങളെ 3 വട്ടം ചെയ്യണം. അതാണ് പ്രശ്നം. വിഷയം ഉടമ്പടിയുടെ വിഷയം അതാണ്. ചെയ്യാതിരുന്ന കാര്യങ്ങളെ 3 വട്ടം ചെയ്യേണ്ടി വരും. അല്ലാതെ അത് നിങ്ങൾ ചൊല്ലി പ്രായശ്ചിത്തം പഠിക്കാൻ പറ്റത്തില്ല. എന്താണ് ചെയ്യാതിരുന്നത്? ഇപ്പോൾ ആരെങ്കിലും ഉടമ്പടി വീണ് പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ അനാഥാലയത്തിൽ പോയില്ല, അപ്പോൾ ഇനി ഒരു രോഗിയെ കാണുന്നതിന് പകരം 3 രോഗിയെ കാണേണ്ടി വരും സൽപ്രവർത്തികളിൽ. അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യന്മാർക്ക് നന്മ ചെയ്യുന്ന വിഷയങ്ങൾ ഓരോന്നെടുക്കുമ്പോൾ ചെയ്യാതിരുന്നതിന് ഇരട്ടി ചെയ്യേണ്ടി വരും.
അപ്പോഴങ്ങനെ അവൻ പറയണത് പോലെ ചെയ്തു കൊള്ളാമെന്ന് പറയുന്നതിൻ്റെ അകത്ത് വരുന്ന പ്രായശ്ചിത്തങ്ങൾ ചെയ്തു തന്നെ, അതിൻ്റെ 3 ഇരട്ടി ചെയ്തു തന്നെയാണ് അതിന് റെക്ടിഫിക്കേഷൻ സംഭവിക്കേണ്ടത്. ഈശോയ്ക്കും മാതാവിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ആതിര, ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് UK നേഴ്സായിട്ടാണ്. ഞാനൊരു അക്രൈസ്തവയാണ്. പക്ഷേ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് ഈശോയും മാതാവായിട്ടൊരു ബന്ധമുണ്ട്. ഞാൻ നഴ്സിംഗ് പഠിച്ചതൊക്കെ ക്രിസ്ത്യൻ കോളേജിലാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കുർബാനയും ജപമാലയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു. അതിനുശേഷം ഞാൻ ജോലി ചെയ്തത് സെൻറ്റ് ജോൺസിലായിരുന്നു, ബാംഗ്ലൂർ. അപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, ചാപ്പലുണ്ടായിരുന്നു, ഡെയിലി കുർബാന ഉണ്ടായിരുന്നു, സാധിക്കുമ്പോഴൊക്കെ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അതിനുശേഷം ഞാൻ എക്സ്പീരിയൻസ് എടുത്ത് ഞാൻ പിന്നെ OET പഠിക്കണം എന്നൊരു പ്ലാനുമായിട്ടാണ് ഞാൻ നാട്ടിലോട്ട് പോകുന്നത്. നാട്ടിലോട്ട് പോയപ്പം OET പഠിക്കാൻ വേണ്ടി ചേർന്നു, എക്സാം എഴുതി. പക്ഷേ എനിക്കത് ആദ്യത്തെ അറ്റംപ്റ്റിൽ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ ബ്രദർ വഴിയാണ്. ആൾ ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ ആൾ IELTS എഴുതി കിട്ടി നിൽക്കുന്ന ടൈമായിരുന്നു, ആളുടെ പേപ്പർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പം OET പോയതിനു ശേഷം ഞാൻ പിന്നെ ആ ഒരു ടൈമിലായിരുന്നു കെയറർ വിസയൊക്കെ UK ഒരുപാട് വരുന്ന ഒരു ടൈമായിരുന്നു, ഓപ്പണിംഗ് ആയിരുന്നു ആ ഒരു ടൈമിൽ. അപ്പം ഞാൻ 1000ഓളം കെയർ ഹോമിലോട്ട് ഞാൻ അപ്ലൈ ചെയ്തു. ഞാൻ അന്നേരം ആ ടൈമിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1000ഓളം കെയർ ഹോമിലോട്ട് അപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു ഒരൊറ്റ കെയർ ഹോമിൽ നിന്നാണ് എനിക്ക് മെയിൽ വന്നത്. അപ്പോൾ ആ വന്ന ടൈമിൽ ഞാൻ ഇത് ജെനുവിനാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അന്വേഷിച്ചപ്പോൾ ജെനുവിനാണെന്ന് മനസ്സിലായി. അപ്പം ആ ഒരു ടൈമിലാണ് അത് അവിടുന്ന് സെലക്റ്റായി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടുന്ന് ഒരു റിപ്ലൈയും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല. അപ്പം ഞാനിവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടമ്പടിയിലല്ലെങ്കിൽ പോലും ഞാൻ പ്രാർത്ഥനയിൽ ഞാൻ നന്നായി ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അതിനുശേഷം 6 സ്റ്റെപ്പോളം ഞങ്ങൾക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂസ് എല്ലാം കുറച്ച് പാടായിരുന്നു, കാരണം അവർ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോൾ ഓരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും മാതാവിൻ്റെ കൊന്തയും ഈശോയുടെ ക്രൂശിത രൂപമൊക്കെ പിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇൻ്റർവ്യൂസ് എല്ലാം ക്ലിയർ ചെയ്തു, പാസ്സായി. പിന്നെ അവിടുന്ന് ഭയങ്കര ഒരു ടൈം ലാഗായിരുന്നു, കാരണം 6-7 മാസത്തോളം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ മെൻ്റലി ഭയങ്കര ഒരു ഡിപ്രഷൻ പറഞ്ഞൊരു സ്റ്റേജിലോട്ടായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എന്ത് ചെയ്യണം, കാരണം വീട്ടിൽ ജോലി ഇല്ലാതിരിക്കുകയാണ്, എൻ്റെ ബ്രദറിന് ജോലിയില്ല, ആൾ IELTS ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വീട്ടിലൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കെന്നാൽ പിന്നെ നാട്ടിലെവിടെയെങ്കിലും ജോലിക്ക് കയറാം, പേപ്പർ വർക്ക് നടക്കുക, കാരണം ഇതുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ നാട്ടിൽ ജോലിക്ക് കയറിയ ടൈമിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ബോംബെയിലുള്ളൊരു മേഡമാണ്. അപ്പോൾ പുള്ളിക്കാരത്തിനോട് വിളിച്ച് ചോദിച്ചു, എന്താ ഇതിപ്പോൾ ഇങ്ങനെ ക്യാൻസൽ ആവുകയാണെങ്കിൽ എന്നെ അറിയിക്കണം, കാരണം എനിക്ക് വേറെ എന്തെങ്കിലും നോക്കണം എന്നുള്ള രീതിയിൽ ഞാൻ അവരെ അറിയിച്ചു. അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരത്തി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. അതിനുശേഷം പെട്ടെന്നൊരു ദിവസം ഞാൻ നാട്ടിൽ നിൽക്കുന്ന ടൈമിൽ എനിക്കൊരു കോള് വരുവാണ്. പുള്ളിക്കാരത്തി പറഞ്ഞു, അതിൽ ഇത് ക്യാൻസലായി, ഇനി വേറെ എന്തെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ആരോട് പറയും, ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ എല്ലാം ഞാൻ ബിഗിനിങ് തൊട്ട് ഞാൻ തുടങ്ങണം, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലായിരുന്നു എൻ്റെ ചേട്ടായിൻ്റെ ഉടമ്പടി പുതുക്കേണ്ട ടൈം. അപ്പോൾ ആൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി എൻ്റെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ജോലിയുടെ കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് എനിക്ക് അവിടുന്ന് പുള്ളിക്കാരത്തിൻ്റെ കോള് വരുവാണ്, ഓഫർ ലെറ്റർ എത്രയും വേഗം വരും എന്ന് പറഞ്ഞിട്ട്. അന്ന് നൈറ്റ് തന്നെ എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ വന്ന് പിറ്റേന്ന് തന്നെ ഞാൻ സൈൻ ചെയ്ത് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചൊരു സമാധാനമായിരുന്നു. ഓഫർ ലെറ്റർ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ടൈം ലാഗാം, എനിക്ക് ഒന്നും ശരിയാവുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് ജോലി റിസൈൻ ചെയ്ത് ഞാൻ പിന്നെ വീട്ടിലോട്ട് പോയി, എനിക്കൊരു സുഖമില്ലാതായിട്ട്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നുണ്ടായിരുന്നു, വൈകുന്നേരം നന്നായിട്ട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, ബൈബിൾ വായിക്കുമായിരുന്നു. അപ്പോൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മാതാവിൻ്റെ അനുഭവങ്ങൾ കിട്ടാൻ തുടങ്ങി, കാരണം എനിക്ക് മനസ്സിൽ ഓരോ മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു തുടങ്ങി. ആ രൂപം തന്നെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രൂപമായിരുന്നു, ഫുള്ള് വെള്ള ഡ്രസ്സ് ഇട്ട് മാതാവിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഫോൺ തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ഫോണിലും ആ ഒരു കറക്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ മാതാവിൻ്റെ രൂപത്തിൽ നോക്കുമ്പോൾ രൂപം ഇങ്ങനെ ചെറുതും വലുതുമായി മാറി മാറി കാണാമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു സമാധാനമായിരുന്നു. അതിനുശേഷം വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു. വീട്ടിൽ വന്ന് നിന്ന് കുറേ നാൾ കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്നൊരു കോൺട്രാക്റ്റ് വരുവാണ്. കോൺട്രാക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വായിച്ച് നോക്കുമ്പോൾ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി.
ഞാൻ കേരള വിസയ്ക്കാണ് അപ്ലൈ ചെയ്തത്. പക്ഷേ കോൺട്രാക്റ്റ് വരുന്നത് പ്രീ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിലോട്ടാണ്. അപ്പോൾ അത് ഫുള്ള് വായിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് OET വേണ്ട, നാട്ടിൽ നിന്ന് തന്നെ CBT എഴുതണം, പിന്നെ അവിടെ ചെന്ന് OSCE എക്സാം ക്ലിയർ ചെയ്ത് 1 year എക്സ്പീരിയൻസ് കെയറായിട്ടുണ്ടെങ്കിൽ നമുക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാം, മാനേജറിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട്. അപ്പോൾ ഞാൻ ഓക്കെ, എനിക്ക് പിന്നെയും ടൈം എടുക്കും, എന്നാലും കുഴപ്പമില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നമുക്ക് ദൈവം തന്നത്. അപ്പോൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞ് ഞാൻ പിന്നെ NMCയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാം തുടങ്ങി. ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും എല്ലാം ഒരു കറക്റ്റ് ടൈമിൽ നടന്നിട്ടുണ്ടായിരുന്നു. NMCയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് തുടങ്ങി. അതിനുശേഷം എനിക്ക് കേരള നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് എന്ത് ചെയ്താലും എനിക്ക് എൻ്റെ അവർ പേപ്പർ നീക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുക ഫോൺ വിളിക്കാൻ വേണ്ടി. രാവിലെ വിളിച്ചാൽ ഉച്ചയ്ക്ക് അവർ ഫോൺ എടുക്കത്തുള്ളൂ. അങ്ങനെ വിളിച്ച് ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അവർ ഫോൺ എടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു. കൊന്ത പിടിച്ച് പെട്ടെന്ന് എന്തോ കരയണം എന്ന് തോന്നി, ഒരുപാട് കരഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ പറഞ്ഞ് വിഷമിക്കേണ്ട, എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അന്ന് ഉച്ചയായപ്പോൾ തന്നെ NMCയുടെ പേപ്പറെല്ലാം കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ പേപ്പറെല്ലാം ക്ലിയർ ചെയ്തു. അതിനുശേഷം എനിക്ക് CBTയുടെ ഡേറ്റ് എടുക്കാൻ ഉള്ള ടൈമായി. ഡേറ്റ് കാണിക്കുന്നത് 2 month ഒക്കെ കഴിഞ്ഞിട്ടാണ് ഡേറ്റ് കാണിക്കുന്നത്. എൻ്റെ കൂടെയുള്ള പിള്ളേർക്കൊക്കെ ഡേറ്റ് കിട്ടി. അത് കഴിഞ്ഞ് നന്നായി പ്രാർത്ഥിച്ച് ഒന്നുകൂടി നോക്കിയപ്പോൾ ബാംഗ്ലൂർ എനിക്ക് ഒരാഴ്ചത്തേക്കുള്ളിൽ ഡേറ്റ് കിട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ CBT എക്സാമിന് പോയി കഴിഞ്ഞപ്പം പഠിച്ചതൊന്നും ഓർമ്മയില്ല. കുറേ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നൈറ്റ് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സിവിയർ മൈഗ്രെയിൻ ആയിരുന്നു. എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. അന്ന് വൈകുന്നേരം ഇരുന്ന് കൊന്ത നന്നായിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഫോൺ എടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻ സാമ്പിൾസ് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കുമ്പം എവിടെയൊക്കെ കയറി കുറേ ക്വസ്റ്റ്യൻസൊക്കെ കണ്ടു. അതെല്ലാം നോക്കി. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ശരിയാണോ തെറ്റാണോ ഉത്തരം അറിയാൻ പറ്റും. അങ്ങനെ കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് സെയിം മൈഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. എക്സാം ഹാളിൽ പോകുന്നതിൻ്റെ മുമ്പ് ഇരിക്കുന്ന സീറ്റിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം ഹാളിൽ ചെന്നിരുന്നു. എനിക്ക് സിസ്റ്റത്തിൽ നോക്കാൻ പറ്റുന്നില്ല, തലവേദനയായിട്ട്. എങ്ങനെയൊക്കെയോ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ പഠിച്ചതൊന്നുമില്ല. മനസ്സിൽ വിചാരിച്ചു മാതാവേ ഞാൻ ഈ എക്സാം തോറ്റല്ലോ, എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തലേദിവസം എന്താണോ ചെയ്തത് ആ ക്വസ്റ്റ്യൻസ് പിന്നെ എനിക്ക് സിസ്റ്റത്തിൽ വന്നുകൊണ്ടിരുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് എനിക്ക് ആ എക്സാമിന് വന്നത്. അങ്ങനെ മാതാവിനോട് വലിയൊരു കൃപ കാണിച്ചു. ഞാൻ ആ CBT എക്സാം ക്ലിയർ ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം കാര്യങ്ങളെല്ലാം വേഗം പേപ്പർ വർക്കെല്ലാം നീങ്ങി ഞാൻ UK പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓൾമോസ്റ്റ് പ്രശ്നങ്ങളെല്ലാം തീർന്നതാണ് വിചാരിച്ചു. പക്ഷെ അവിടെ വെച്ച് എൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങുമായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞു. മറ്റാർക്കും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ചെറിയ കാര്യങ്ങളാണെങ്കിൽ എൻ്റെ എല്ലാം ഭയങ്കര ഡിലേ. അപ്പോൾ ആ ഒരു ടൈമിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ നടക്കാത്ത കാര്യങ്ങളെല്ലാം മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നു. അതിൽ എഴുതി വെച്ചിട്ട് ഒരു കാര്യം പോലും എനിക്ക് നടക്കാതിരുന്നിട്ടില്ല. എല്ലാം നടത്തി തന്നിട്ടേ ഉള്ളൂ. ടൈം എടുത്ത് കുറച്ച് കരയിപ്പിച്ചിട്ടാണെങ്കിലും എല്ലാം തന്നിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് OSCEക്ക് അവിടെ നിന്ന് തന്നെ ഡേറ്റ് എടുത്ത് തന്നു. നിങ്ങൾക്കറിയാം NHSലൊക്കെ ആണെങ്കിൽ 2 മാസത്തെ കൃത്യമായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രാക്ടീസൊക്കെ കൊടുത്തിട്ടാണ് പിള്ളേരെ വിടാറ്. പക്ഷേ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറാണ്. 5 ദിവസത്തെ ക്ലാസ്സേ കിട്ടിയിട്ടുള്ളൂ. അത് നമുക്ക് പ്രാക്ടീസിനുള്ള മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. 5 ദിവസത്തെ ക്ലാസ് എടുത്തു. ഒന്നും അറിയത്തില്ല. യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഉണ്ട്, അത് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ OSCE എക്സാമിൻ്റെ ദിവസമായി. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഉടമ്പടിയിലുള്ള പോലെ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയായിരുന്നു. ധ്യാനം കൂടാറുണ്ടായിരുന്നു. ഉടമ്പടി പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഉടമ്പടിയിലല്ല. അങ്ങനെ ധ്യാനം കൂടുമ്പോഴൊക്കെ എനിക്ക് കുന്തിരിക്കത്തിൻ്റെ സുഗന്ധം ലഭിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ OSCE എക്സാമിൻ്റെ ഡേയിൽ അവിടെ ചെന്നു കഴിഞ്ഞ് എല്ലായിടത്തും ഉപ്പിട്ട്, ഇരിക്കുന്ന ചെയറിൽ ഉപ്പിട്ട്, എക്സാം ഹാളിൽ ഉപ്പിട്ടു, എല്ലായിടത്തും ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം എക്സാമിന് കയറി. എനിക്കാകെ ഫുള്ള് ഇരുട്ടായിരുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്താ ചെയ്തതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എല്ലാം ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഉള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എക്സാം കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ വീട്ടിൽ വിളിച്ച് എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു ഞാൻ തോറ്റു, ഒരു സ്റ്റേഷൻ പോലെ എനിക്ക് ക്ലിയർ ചെയ്ത് പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഭയങ്കര വിഷമിച്ച് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ദിവസം അന്ന് എനിക്ക് ഓഫായിരുന്നു. 5-6 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരും. അപ്പോൾ ഓഫുള്ള ദിവസം യൂഷ്വലി ഞാനൊരു 9-10 മണിയാകുമ്പോൾ എഴുന്നേക്കുന്നതാണ്. പക്ഷേ ഞാനൊരു 12 മണി വരെ ഞാൻ കിടന്നുറങ്ങുക, ഞാൻ എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുവാണ്. എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ 6 സ്റ്റേഷൻസ് ക്ലിയർ ചെയ്തു, ഇനി 4 സ്റ്റേഷൻസും കൂടെ ക്ലിയർ ചെയ്യാനുള്ളൂ. അങ്ങനെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. പെട്ടെന്ന് ഞാൻ ഞെട്ടി എഴുന്നേറ്റ് സമയം നോക്കുമ്പോൾ 12 മണി. എൻ്റെ ഫോണിൽ കുറേ മെസ്സേജസ് കൂടെയുള്ള പിള്ളേരൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഞാൻ മെയിലെടുത്ത് നോക്കുമ്പം റിസൾട്ടാണ് ഞാൻ കാണുന്നത്. റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ ഓപ്പൺ ചെയ്തില്ല. പെട്ടെന്ന് തന്നെ തിരികെ എത്തിച്ച് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഫോൺ തുറന്നിട്ട് എൻ്റെ റിസൾട്ട് നോക്കി. ഞാൻ എന്താണോ സ്വപ്നത്തിൽ കണ്ടത് അത് തന്നെയായിരുന്നു എൻ്റെ റിസൾട്ട്. എനിക്ക് 4 സ്റ്റേഷൻസും കൂടി ക്ലിയർ ചെയ്താൽ മതിയായിരുന്നു.
അങ്ങനെ രണ്ടാമത്തെ എക്സാമിന് പോകുന്നതിൻ്റെ മുമ്പ് രണ്ടാമത്തെ എക്സാമിന് ഡേറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഓൺലൈനായിട്ട് എൻ്റെ ബ്രദർ പറഞ്ഞിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ സ്റ്റേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ എക്സാമിന് പോയി. ആദ്യത്തെ എക്സാമിനേക്കാളും മോശമായിരുന്നു എൻ്റെ രണ്ടാമത്തെ എക്സാം. ഞാൻ എന്താ അവിടെ ചെയ്തതെന്ന് അറിയത്തില്ല. സൈൻ ഇടാൻ പറ്റിയിട്ടില്ല. എല്ലാ മിസ്റ്റേക്കും പൊട്ടത്തരമായിരുന്നു ഞാൻ കാണിച്ചത്. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും ഞാൻ വീട്ടിലിങ്ങനെ വിളിച്ച് സങ്കടപ്പെട്ട് പറയും, ഞാൻ ഇനിയും തോക്കും, കാരണം ആകെ 3 അറ്റംപ്റ്റേ ഉള്ളൂ, രണ്ടാമത്തെ അറ്റംപ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ തോക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത്. അങ്ങനെ എക്സാം കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്നു. അതും പെട്ടെന്ന് തന്നെ റിസൾട്ട് വന്നായിരുന്നു. ഞാൻ ഓസ്കിയുടെ എക്സാംസും എല്ലാം ക്ലിയർ ചെയ്തു. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞു. അതിനുശേഷം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം തീർന്നു എന്നാണ്. പക്ഷെ അവിടെ തീർന്നിട്ടില്ല. വീണ്ടും പ്രശ്നങ്ങൾ വരുമായിരുന്നു. ഞങ്ങളുടെ മാനേജറാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് NMC രജിസ്ട്രേഷന്. അപ്പം പെട്ടെന്ന് തന്നെ പുള്ളിക്കാരത്തി നല്ലൊരു വ്യക്തിയായിരുന്നു. പുള്ളിക്കാരത്തി റിസൈൻ ചെയ്തു പോയി. പുതിയ ആൾ വന്നു കഴിഞ്ഞപ്പം ആൾക്ക് എന്തോ എന്നോട് ഭയങ്കര ഒരു ദേഷ്യമുള്ള പോലെയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, പുള്ളിക്കാരത്തിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള വേറൊരു ചേട്ടനുണ്ട്. ചേട്ടന് എല്ലാം സപ്പോർട്ട് ചെയ്ത് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരത്തി എനിക്ക് എന്ത് ചെയ്താൽ തരുന്നില്ല. ഒരുപാട് ഞാൻ ചോദിച്ചു, പക്ഷേ പുള്ളിക്കാരത്തി സമ്മതിക്കുന്നില്ലായിരുന്നു. കാരണം കിട്ടുമ്പോഴൊക്കെ ദേഷ്യം പറയുക, വഴക്ക് പറയുക, മറ്റുള്ളവരുടെ ഉപയോഗിച്ച് വഴക്ക് പറയുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം ആ ടൈമിൽ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു, ഓസ്കി പാസ്സായതിൻ്റെ. അപ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടി എല്ലാം റെഡിയായി. സിസ്റ്റർ എന്നോട് പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. അപ്പോഴാണ് ഇവിടെ ക്യാമറ നോക്കിക്കൊണ്ടിരുന്ന വേറൊരാളായിരുന്നു. ആളെൻ്റെ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പേപ്പർ വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഈ സാക്ഷ്യം കംപ്ലീറ്റ് അല്ലല്ലോ, പിൻ നമ്പർ കിട്ടിയാലല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അന്ന് ഇപ്പോൾ പറയണ്ട, പിൻ നമ്പർ കിട്ടിയിട്ട് വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ചു വിട്ടു. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തയാണ്, ഞാൻ എങ്ങനെ പിൻ നമ്പർ കിട്ടിയിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയും, അതൊരിക്കലും നടക്കൂലല്ലോ മാതാവേന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. അപ്പം അതിനുശേഷം ഞാൻ തിരിച്ച് UK പോയി. മാറ്റങ്ങളൊന്നുമില്ല, പുള്ളിക്കാരത്തി സെയിം ആ ഒരു മൂഡിൽ തന്നെയാണ്. അങ്ങനെ പെട്ടെന്നാണ് അപ്പോൾ ആ ഒരു ടൈമിൽ പ്രാർത്ഥനയുടെ ശക്തി കൂട്ടി നന്നായിട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടമ്പടിയിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി. എൻ്റെ മാതാപിതാക്കൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ടൈമിലാണ് എൻ്റെ അച്ഛൻ ഉപവാസം എടുക്കാൻ തുടങ്ങി. ഒരു 7 ദിവസത്തെ ഉപവാസം എടുത്തോളാം എന്ന് പറഞ്ഞ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്കും പെട്ടെന്ന് കുറേ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പുള്ളിക്കാരത്തി വേറൊരാളോട് പറഞ്ഞു അവളെ ഒരു ദിവസം അസസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഞാൻ പിൻ നമ്പറിന് ഹെൽപ്പ് ചെയ്യാം. അപ്പം ആ ഒരു പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല, അതെങ്ങനെ സാധിക്കും, അങ്ങനെ ഒരു രീതിയിലായിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി മാനേജറെന്ന് ഡയറക്റ്റായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ റിസൈനാണ്, ഞാൻ പോകുന്നതിന് മുമ്പ് നിന്നെ പിൻ നമ്പറിന് കിട്ടാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ഓക്കെ. പുള്ളിക്കാരത്തി എൻ്റെ പേപ്പറെല്ലാം സൈൻ ചെയ്ത് തന്നു. എല്ലാം ഞങ്ങൾ NMC വിട്ടു. ആ വിട്ട പേപ്പറിലെല്ലാം ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ വിട്ട പേപ്പർ രണ്ടാമത് വീണ്ടും മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അപ്പം ഒന്നുകൂടി നന്നായി പ്രാർത്ഥിച്ച് എല്ലാം കറക്റ്റായി ഫില്ല് ചെയ്ത് ഇട്ടു. എനിക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് പിൻ നമ്പർ ലഭിച്ചു. ഞാനിപ്പോൾ UK രജിസ്റ്റേർഡ് നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ജോലിയുടെ ഇടയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പം അതിലെല്ലാം ഉടമ്പടിക്കാശ്രമം വെച്ച് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ മാതാവ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കും, ഇതിങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ ചെയ്തെന്നൊക്കെ ഒരുപാട് പ്രശ്നത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു എനിക്ക് ലഭിച്ചൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, വീട്ടിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ പുതിയ സ്ഥലത്തോട്ട് മാറിയപ്പോൾ നമുക്ക് വെള്ളമില്ലായിരുന്നു, പഞ്ചായത്ത് വെള്ളമായിരുന്നു. അങ്ങനെ അടുത്തുള്ളവരൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അമ്മ ഉടമ്പടി ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കുഴൽക്കിണർ കുത്താൻ സാധിച്ചു. വെള്ളം കിട്ടിയില്ലായിരുന്നു ആദ്യം. ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ കുടിച്ചാൽ തീരാത്തത്രയും വെള്ളം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ പ്രശ്നം മാറിയിട്ടുണ്ട്. മെഴുകുതിരിയിൽ എനിക്ക് മാതാവിൻ്റെ കുറേ അടയാളങ്ങൾ കിട്ടിയിട്ടുണ്ട്. റോസാപ്പൂ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് പിൻ നമ്പർ ലഭിക്കുന്ന ആ ഒരു ടൈമിൽ എനിക്ക് ഇവിടുത്തെ ഈശോയുടെ ഈ 2 പാദങ്ങൾ എനിക്ക് മെഴുകുതിരിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു, പച്ച മെഴുകുതിരിയിൽ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഉടമ്പടി എടുത്ത് വന്നപ്പോൾ പത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് ദൂരെയുള്ള വീടുകളിലൊക്കെ പോയി പത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനങ്ങൾ ഷെയർ ചെയ്യും, ഫ്രണ്ട്സിന് സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അറിയാവുന്നവരോടൊക്കെ മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും പറയാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിലോട്ട് നമ്മൾ പൈസ ഇട്ട് കൊടുക്കുമ്പം പാരൻസാണ് ഇവിടെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ സഹായിക്കാറുണ്ട് ഫിനാൻഷ്യലി, അല്ലെങ്കിൽ സാധനങ്ങൾ മേടിച്ചിട്ട്. പിന്നെ അവിടെയാണെങ്കിൽ ഞാൻ ഹോംലെസ് പീപ്പിളിന് ഫുഡ് മേടിച്ച് കൊടുക്കാറുണ്ട്. ഫുഡ് ബാങ്കിലോട്ട് ഫുഡ് സപ്ലൈ ചെയ്യാറുണ്ട്.
അതുപോലെ നമ്മുടെ മുന്നിൽ ആര് വന്നാലും നമ്മൾ സഹായിക്കാറുണ്ട്. പിന്നെ പ്രാർത്ഥന, ആത്മീയമായിട്ട് എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ പ്രാർത്ഥിക്കാതെ നമ്മൾ കിടന്നുറങ്ങത്തില്ല, എന്നും കൊന്ത ചൊല്ലും, പ്രദിശീകരണ പ്രാർത്ഥന, സായന പ്രാർത്ഥന എല്ലാം ചൊല്ലാറുണ്ട്, ധ്യാനം കൂടാറുണ്ട്, ഓഫുള്ള ദിവസം ധ്യാനം കൂടി തീർക്കാറുണ്ട്. പിന്നെ കുർബാന മുടക്കാറില്ല, കുർബാന ഓഫുള്ള ദിവസങ്ങളിലൊക്കെ കുർബാനയ്ക്ക് പോവാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി സമർപ്പിക്കുന്നു.